പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഇവിടെ ദുബായിൽ ഹോം FM-ലാണ് ഉള്ളത്. പ്രിയപ്പെട്ട ഷെയ്ന്റെ കൂടെയാണ്. ബാക്കി കാര്യങ്ങൾ കാണാം. നമസ്കാരം. Alright, welcome back to Home 92.2 FM-ലേക്ക് സ്വാഗതം. നമ്മുടെ കൂടെ വൈബ്രന്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് കൂടെ ഡോക്ടർ ചാൾസ് ഏഴുമല. നമസ്കാരം. ഹോം 92.2 FM-ലേക്ക് സ്വാഗതം. വിശേഷം? നല്ല വിശേഷങ്ങൾ. ഞാനൊരു പുസ്തക പ്രകാശനവുമായിട്ട് വന്നതാണ് ഷാർജ. എനിക്ക് തോന്നുന്ന ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും മികച്ച ബുക്ക് ഫെയർ ആണ് ഷാർജയിൽ നടക്കുന്നത്. അപ്പൊ എന്റെ നീന്തിക്കയറിയ ജീവിതം എന്ന് പറയുന്ന ഈ പുസ്തകവും പ്രകാശനത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയതാണ്. അതോടൊപ്പം നിങ്ങളെയൊക്കെ കാണുകയും ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പൊ നീന്തി കയറിയ ജീവിതം അല്ലെ? ആക്ച്വലി ഡോക്ടർ ചാൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പേരുടെ ജീവിതങ്ങൾ രക്ഷിച്ച ഒരു വ്യക്തി. അത് മാത്രമല്ല, നീന്തൽ അറിയാത്തവർക്ക് നീന്തൽ എന്നുള്ള ഒരു സ്വപ്നം കാണിച്ചു കൊടുത്ത വഴികാട്ടിയായിട്ടുള്ള ഒരു വ്യക്തി. അതെ, പല രീതിയിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ച ഒരു വ്യക്തിയാണല്ലേ പലരുടെ ജീവിതങ്ങൾ. അത് ഏറ്റവും ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 1 hour കൊണ്ട് നീന്തൽ പഠിപ്പിക്കുന്നുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു വ്യക്തി. എങ്ങനെയാണ് ലോകത്ത് ആരും തന്നെ അങ്ങനെ പറയാത്തൊരു സംഭവമാണ് ഈ 1 മണിക്കൂർ കൊണ്ട് നീന്തൽ പഠിപ്പിക്കുക എന്ന് പറയുന്നത്. കാരണം പലർക്കും ഒരു കോഴ്സ് ഒക്കെ ആയിട്ട് 10 ക്ലാസ് ഒക്കെ ആയിട്ടാണ് പലരും ഒക്കെ പഠിക്കുക. അല്ല, അതിന് മേലെ എത്രയാന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ 1 hour കൊണ്ട് എങ്ങനെയാണ് ആ ഒരു ആശയം വന്നത്? ഞാനിപ്പം പൊതുവിൽ പറയുന്നത് 5 മണിക്കൂർ കൊണ്ട് ഗ്യാരണ്ടിയോട് കൂടിയുള്ള നീന്തൽ പഠനമെന്നാണ്. എന്നിട്ട് ആള് പഠിക്കാൻ വന്നു കഴിയുമ്പോൾ വന്നവരുടെ മുമ്പ് ഞാൻ പറയും 5 എന്ന് പറയുമ്പം ഞാൻ വന്നിട്ട് അവരോട് പറയുന്നത് 5 എന്ന് പറയുന്നു 6 എന്നാണ് പറയേണ്ടത്, അല്ലെങ്കിൽ 8 എന്നാ പറയേണ്ടത്. നേരിട്ട് വന്നു കഴിയുമ്പോൾ ഞാൻ പറയും 1 മണിക്കൂർ കൊണ്ട് പഠിക്കും. അത് കഴിയുമ്പോ പിന്നെയും മാറും. ശരി. പിന്നെ പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് പഠിക്കും. അപ്പൊ അവർക്ക് ആകെ ഞാൻ ആദ്യം 5 മണിക്കൂർ എന്ന് പറയുമ്പം അവർക്കൊരു തോന്നും. അത് കഴിയുമ്പോൾ ഞാൻ 1 മണിക്കൂർ എന്ന് പറയുമ്പോ അവർ ഓക്കെ പറയും. പിന്നീട് പറയുന്ന ഒരു കാര്യം, നോർമൽ ആയിട്ടുള്ള ഒരാള് 1 മണിക്കൂർ കൊണ്ട് പഠിക്കും, കുറച്ചും കൂടി സമർത്ഥരായിട്ടുള്ള 10 മിനിറ്റ് കൊണ്ട് നീന്തും. അപ്പൊ നോർമൽ ആയിട്ട് പഠിക്കുമെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ അബ്നോർമൽ ആണോ എന്നൊരു സംശയം. അപ്പൊ യഥാർത്ഥത്തിൽ അതാണ് സത്യം. സത്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് പോലെ തന്നെയാണ്. പൂളിലും എന്റെ സംസാരം അങ്ങനെ തന്നെയാണ്. അത് ഈ പൂളിൽ പഠിക്കാൻ വരുന്നവര് മിക്കവാറും ഇപ്പോഴത്തെ കാലത്ത് കൃത്യമായി മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. ഒരാളിന്റെ അടുത്തേക്ക്, ഇങ്ങനെ ഒരാളുടെ അടുത്തേക്ക് വരിക എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്നെ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള ചാർജ് ഞാൻ ചെയ്യും. അതൊക്കെ അത് പരസ്പര പൂരകങ്ങളാ. ഒരാളെ വിശ്വസിച്ച് അങ്ങനെ വരണമെങ്കിൽ, അത്രയും വിശ്വാസമുള്ള ഒരാൾ അത്രയും പൈസ തന്ന് 1 ദിവസം കൊണ്ട് പഠിക്കാൻ വരണമെങ്കിൽ അവർ അത്രയും മെന്റലി പ്രിപ്പയർഡ് ആയിരിക്കും. ആ ഗുണങ്ങളാണ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. അതുകൊണ്ട് നമുക്ക് സൗജന്യമായിട്ടോ ഫീസ് കുറച്ചോ ഒക്കെ ചെയ്യുന്നതിന് ആ റിസൾട്ട് കുറവായിരിക്കും. അത് ഒരിക്കലും പാടില്ലാത്ത സാധനമാണ്. ഇത് ഞാൻ പരസ്പര പൂരകം എന്ന് പറയും. വേറൊരു കാര്യം പറയുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം പൈസ വാങ്ങിയിട്ട് മാത്രമേ പൂൾ, അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും. അതും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അത് വന്നു കഴിഞ്ഞാൽ അഥവാ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ കൊണ്ട് അവരൊക്കെ ആയില്ലെങ്കിൽ 3-ാമത്തെ ദിവസം വന്നാൽ സക്സസ് ആണ്. അതല്ലെങ്കിൽ എനിക്ക് മോശമാണ്. ഞാൻ പറഞ്ഞത് അതല്ലെങ്കിൽ അവരിട്ടിട്ട് പോയാൽ, ഇപ്പൊ ഞാനിപ്പോ ഒരു 10,000 രൂപ ഫീസ് പറയുന്നു, അവർക്ക് എന്നാ ഇന്നൊരു 5,000 കൊടുത്തേക്കാം സംശയം കൊണ്ട്. ആ സംശയം പ്രശ്നമാണ്. ഈ സംശയം പ്രശ്നമാണ്. സംശയമാണ് നമ്മളെ എപ്പോഴും കോൺഫിഡൻസിനെ ബാധിക്കും. കോൺഫിഡൻസിനെ എന്നുള്ള അതിനകത്ത് ഏറ്റവും പ്രധാനം, ഇതെന്തോ വലിയ പ്രശ്നമുള്ള സംഗതിയാണ്. വന്നിറങ്ങി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അന്നേരം അവര് ഇത് എനിക്ക് മാത്രമായിട്ട് എന്തോ ഉള്ള പ്രശ്നമാണെന്ന് കരുതിയിട്ട്, എനിക്ക് മാത്രമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നമാണെന്ന് കരുതിയിട്ട് അവർ അടുത്ത ദിവസം വരത്തില്ല. എന്റെ 5,000 അല്ലേ പോലുള്ള 5,000 പോക്കറ്റ് ഉണ്ടല്ലോ. അതേസമയം ഇതിന് വന്ന് നമുക്ക് പൈസ തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവര് വരികയും പഠിക്കുകയും ചെയ്യും. അത് ഞാൻ കുറവുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ലേശം കുറവ് നോർമൽ ആയിട്ടുള്ള ആളുകൾ, ഇപ്പൊ ഏജ് 50, 60, 70 വയസ്സൊക്കെ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പം ഞാനിപ്പം സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതിനകത്ത് ഒരു ജെന്യൂൻ എന്താണ്. ഈ സാധനത്തിനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ഈ സാധനം ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, വെള്ളം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദ്രാവകം എപ്പോഴും ഒരു വസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എയർ അംശം ഉണ്ടെങ്കിൽ പൊക്കിക്കൊണ്ട് കിടത്തു എന്നുള്ള ഒരു ശാസ്ത്രമാണ്, സത്യമായ ഒരു കാര്യം. അത് സയൻസ് ആണ്. നമുക്കത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ മൃഗങ്ങളെല്ലാം നീന്താൻ പഠിപ്പിച്ചിട്ടാണോ നീന്തുന്നത്? അപ്പൊ ഈ സംഗതി ഒറിജിനൽ ആയിട്ട് കിട്ടുന്നുണ്ട്. ആർക്ക്? നമുക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്.
നമുക്കൊരു എന്താ പ്രശ്നം, ഇപ്പൊ മൃഗങ്ങൾക്ക് അതോടൊപ്പം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ വലിയ ബുദ്ധിമാന്മാരാന്ന് പറയുകയും ചെയ്യും, എന്നാലും ഒരു മുൻവിധിയോടുകൂടി ഇതിനെ കാണും. ഒരു മെന്റൽ ബ്ലോക്ക് ആണ്, മെന്റൽ ബ്ലോക്ക് ആണ്. ആ ബ്ലോക്കിനെ ഒന്ന് മാറ്റുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞാല് നമുക്ക് എന്തായി, അപ്പൊ അതിനെന്താക്കും, നമ്മളിപ്പോ ഈ സംസാരിക്കുന്നത് പോലെ ആദ്യം ഒരു 10 മിനിറ്റ് എങ്ങനെ സംസാരിക്കും, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ കരയ്ക്ക് നിൽക്കുകയുള്ളൂ, ഞാൻ വെള്ളത്തിലിറങ്ങത്തില്ല, യാതൊരുവിധ ഫ്ലോട്ടിംഗ് ഡിവൈസുകളും ഇല്ല. സംസാരത്തിലൂടെ മാത്രം സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. പക്ഷെ ഇത് പറയുമ്പോഴും നമുക്ക് 10 കണ്ണും 10 ബുദ്ധി ആയിട്ടാണ് നിൽക്കുന്നത്. ഇപ്പം അക്ഷയായിട്ട് സംസാരിക്കുമ്പോ അക്ഷയുടെ കണ്ണും ചിന്തകളും മനസ്സും എല്ലാം ഞാനിങ്ങനെ ഒപ്പിയെടുക്കും. അത് എനിക്ക് ദൈവികമായിട്ട് കിട്ടിയ ഒരു കഴിവായിരുന്നു. എടുത്തെടുത്ത് അവരെ കൊണ്ടാകുന്ന ടെൻഷൻ അപ്പോഴേ എനിക്ക് മനസ്സിലാവും, എന്നിട്ട് അപ്പോഴേ അതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് പ്രയാസം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ആ സ്ത്രീകൾക്കാണെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടും പൊങ്ങിക്കിടക്കാൻ. ശരിയാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരെ അപേക്ഷിച്ച് ഒരു 4 ഇരട്ടി സപ്പോർട്ട് കിട്ടും. അപ്പൊ അവരതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ അവര് വെള്ളത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴേ മറിഞ്ഞു ഇങ്ങനെ പോകും. അപ്പൊ അവരന്നേരം കരുതുന്നത്, ഇപ്പൊ ഒരു 5 സ്ത്രീകളും 5 പുരുഷന്മാരും ഇറങ്ങിക്കഴിഞ്ഞാൽ പുരുഷന്മാര് നല്ല സുഖമായിട്ട് അങ്ങ് നടന്നു പോകും, സ്ത്രീകൾ ഇറങ്ങുമ്പോഴേ ഇങ്ങനെ മറിഞ്ഞു പോകും. അപ്പൊ അവര് കരുതുന്നു, ആണുങ്ങൾ അവര് നല്ല ധൈര്യമായിട്ട് അവര് പുരുഷന്മാരായത് കൊണ്ട് ധീരന്മാരവര് അങ്ങനെയാണെന്ന് കരുതും. ഞങ്ങള് പാവങ്ങള് നേരെ തിരിച്ചാണ്. അപ്പൊ അവര് പൂൾ ഇറങ്ങുമ്പോഴേ ചിലപ്പോൾ പേടിച്ചിട്ട് പൂളിന്റെ അരികിലൊക്കെ ഇങ്ങനെ പിടിക്കും. ഈ പിടിക്കുന്ന അനുസരിച്ച് എന്താക്കും, ഇവിടെ പവർ കൊടുക്കുന്ന അനുസരിച്ച് കാല് പൊങ്ങി വരും. ഇങ്ങനെ പൊങ്ങി വന്നിട്ട് അപ്പോഴത്തേക്ക് ആകെ പ്രശ്നം വന്നു. എന്റെ അടുത്ത് ഞാൻ കൊച്ചിയിലൊക്കെ ക്യാമ്പിന് പോയി കഴിഞ്ഞാൽ ഇതേപോലെ വരും. കുറച്ച് പ്രായമുള്ള ഇച്ചിരി തടിയൊക്കെ ഉള്ള സ്ത്രീകളാണെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഇവര് മറിഞ്ഞു കഴിയുമ്പം ഞാൻ കരുതി ശരി അതെപ്പോൾ കുറച്ച് കഴിയുമ്പോഴും കാണണം കേട്ടോ, അങ്ങനെ പറയും. ഈ പേടി ഉണ്ടായിരുന്നു എന്നുള്ളത് കുറച്ച് കഴിയുമ്പോഴും പറയണേന്ന് പറയും. എന്നിട്ട് അപ്പൊ അതൊക്കെ കൈ അവിടെ നിന്ന് വിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് സ്ത്രീകൾക്ക് ഇത് അനുകൂലമാണെന്നുള്ള ഒരു സംഗതി പറയുമ്പോഴത്തേക്കാണ് അവർക്ക് മനസ്സിലാവും, ഓഹോ അപ്പൊ അങ്ങനെയാണ് ഇപ്പം കിട്ടി, പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല. തീർച്ചയായിട്ടും. അല്ല, ഈ പലപ്പോഴും ഈ നീന്തുന്ന സമയത്ത് അല്ലെങ്കിൽ നീന്തുന്നതല്ല, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് ഒരു കാര്യം ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് പിന്നെ ലോകത്ത് ഒരു വർഷം ഒരു 3,25,000-ഓളം പേര് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നവരാണ്. 3,25,000-ഓളം പേര് ലോകത്ത് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട്. അതിൽ ഇപ്പൊ നമ്മളിപ്പോ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1,500-ഓളം പേര് വെള്ളത്തിൽ മുങ്ങി മരിക്കുകയാണ്. ഒരു ശരാശരി 1,500-ഓളം പേര് മരിക്കുന്നുണ്ട്. ഈ മരിക്കുന്നതിൽ കൂടുതലെന്ന് പറയുന്നത് നീന്താൻ അറിയുമെന്ന് കരുതുന്നവരാണ്. അപ്പൊ സാധാരണഗതി പറയുമ്പം നീന്താൻ അറിയുന്നവരെന്നാണ് ചിലപ്പോൾ എല്ലാവരും പറയുന്നത്, നീന്താൻ അറിയാം, അങ്ങനെ മരണപ്പെടുന്നതാണെന്നാണ് പറയുന്നത്, മുങ്ങിപ്പോകുന്നതാണെന്നാണ്. ഞാൻ അതിന് പ്രയോഗിക്കുന്ന ഒറ്റ ഭാഷ ഇതേ ഉള്ളൂ, നീന്താൻ നമുക്കൊന്ന് നമ്മുടെ ലൈഫ് സുരക്ഷിതമാക്കാൻ, വെള്ളത്തിൽ ഇറങ്ങിയാൽ സുരക്ഷിതമാക്കാൻ പറ്റുന്ന നിലയിലേക്കുള്ള പരിശീലനം അവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അവരുടെ അറിവില്ലായ്മയാണ് എവിടെ. ഇപ്പൊ ഒരു ചെറിയ കുട്ടി, ഞാൻ അതിന് പറയുന്നത്, എന്റെ വീട്ടിലൊരു 3 വയസ്സുള്ള ഒരു മോൻ ഉണ്ടായി, പെങ്ങടെ ചേച്ചിയുടെ മോൻ. എന്റെ ആരാധനായിട്ട് നിന്ന് ഇതെല്ലാം കണ്ട് എല്ലാം കണ്ടിട്ട് ഭയങ്കര ഹരത്തിൽ നിൽക്കും. എന്നിട്ട് കേപ്പും ഗൂൾസും ഒക്കെ വെച്ചിട്ട് വീട്ടിനകത്ത് ടൈലിനകത്ത് നീന്തും, വീട്ടിലെ ടൈലില്. അവൻ എന്നിട്ട് പറയുന്നത് എന്താ പറയുക, ഞാൻ നീന്താൻ പഠിച്ചു. ആ കുട്ടിയുടെ അതേ മനോഭാവവും ചിന്തകളുമാണ് മുതിർന്നയും പല ആളുകൾക്കും ഉള്ളത് വെള്ളത്തെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു 5 മീറ്റർ നീന്തി പോകുന്ന ഒരാളും പറയും, അറിയാവോ, എനിക്ക് കുറച്ചറിയാം, അല്ലെങ്കിൽ മോൻ അറിയാവോ, അന്നേരം അപ്പം പറയേ, അവൻ കുറച്ചറിയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പന്റെ ഇവിടെ ഇത് കിട്ടി, ഏത് കിട്ടി, അപ്പന്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടി, എന്റെ മോൻ അറിയാം. എന്തറിയാം, 5 മീറ്ററേ അറിയത്തുള്ളൂ. യഥാർത്ഥത്തിൽ അപകടത്തിലേക്ക് പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം നമുക്ക് ഒരു 5 മിനിറ്റ് എങ്കിലും വെള്ളത്തിൽ ഒന്ന് എവിടെയും തൊടാതെ കാല് നിലത്തിട്ട് ചെയ്യാതെ കളിച്ച് നിൽക്കാനായിട്ട് ഫ്ലോട്ട് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. നിർബന്ധമാണ്. ഞാൻ ഇപ്പൊ പറയുന്നത് 5 മിനിറ്റ് എങ്കിലും മിനിമം ചെയ്യുന്നവർക്കൊരു ലൈസൻസ് പോലെ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് എവിടെയാണെങ്കിലും വേൾഡിൽ എവിടെയാണെങ്കിലും ഒന്ന് കൊടുക്കണം. വെറുതെ കോമ്പറ്റീഷൻ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് 25 മീറ്റർ 50 മീറ്റർ നീന്തി പോകാനെന്ന് പറഞ്ഞാല് ചിലപ്പോൾ 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് മതി മാക്സിമം, അങ്ങനെ മതിയാവും.
തിരിച്ച് ഒരു 5 മിനിറ്റ് നിന്ന് വെള്ളത്തിൽ നിൽക്കാൻ പഠിച്ചാലും 5 മിനിറ്റ് നിന്നാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് 10 മിനിറ്റ് പറ്റും. 10 മിനിറ്റ് ആക്കി 15. ഞാനിപ്പം ചെയ്യിക്കുന്നത് 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ്, ഏറ്റവും ചുരുങ്ങിയത്. നീന്താനോ? ഏറ്റവും ചുരുങ്ങിയത്. അത് ബേസിക് 15 മീറ്റർ. രണ്ടാമത് എന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് 1 മണിക്കൂർ നിർത്താതെ നമ്മുടെ അക്ഷയ് ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും. അതെപ്പോഴും എന്റെ അടുത്ത് ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് അല്ല, അതായത് പൂളിൽ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് ചെറിയ സ്പേസിലാണെങ്കിലും 1 മണിക്കൂർ നിർത്താതെ അവർ എന്ത് ചെയ്യേണ്ടതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത് വേറെ കാര്യം. ഞാൻ പറയുന്നത് എന്ത് വേണേലും ചെയ്തോട്ടെ എന്ന്. നമ്മളിപ്പോ ഈ കസേരയിൽ ഇരിക്കുന്നതിനേക്കാൾ സുഖകരമാണ് അത് ചെയ്യാൻ. ചെയ്യും തോറും എനർജി കൂടി. എനിക്കിപ്പോ UAE അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹത്തിലേക്ക്. കാരണം ഇവിടെ നന്നായിട്ട് അത് ക്ലിക്ക് എന്ന് പറയുന്നത് അത് വേൾഡിൽ എവിടെയും ഇല്ലാത്ത ഒരു സംഗതിയാണ്. ഈ 1 മണിക്കൂർ നോൺ സ്റ്റോപ്പ്. കാരണം ലോകം കിടക്കുന്നത് ദുബായിലാണ്. ലോകത്തിന്റെ എല്ലാം ഒരു കേന്ദ്ര ബിന്ദു എന്ന് വിശേഷിപ്പിക്കാവുന്ന നഗരമാണ് ദുബായ്. അപ്പൊ അതിന്റെ ദുബായില് ഇത് നന്നായിട്ട് വർക്കാവും എന്നുള്ള കാര്യത്തിൽ സംശയം. എനിക്കൊരു ആഗ്രഹം അങ്ങനെ ഉണ്ട്. നടക്കട്ടെ, തീർച്ചയായിട്ടും നമുക്ക് നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം. എനിക്ക് ഡോക്ടർ ജാസിനോട് ചോദിക്കേണ്ടത്, കാരണം ഞാൻ എന്റെ അച്ഛൻ പണ്ട് എന്നെ നീന്താൻ പഠിപ്പിച്ചത് എങ്ങനെയായിരുന്നു, അല്ല പഠിപ്പിക്കാൻ ശ്രമിച്ചത് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെന്നൈയിലെ മറീന ബീച്ചില് വെള്ളത്തിൽ കൊണ്ടുപോയി എറിയാണ് ചെയ്തത്. നീന്താൻ 3-4 വയസ്സേ ഉള്ളൂ ആ ഒരു സമയത്ത്. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ വേണം നീന്തൽ പഠിപ്പിക്കാൻ. അത് ആദ്യമേ കൊണ്ടുപോയി വലിയൊരു ഇത് വാട്ടർ ബോഡിയിൽ കൊച്ചിനെ ഇടുക, അപ്പൊ ആ പേടി മാറും. കാണുന്ന പോലെ അത് നല്ലൊരു അപ്രോച്ച് ആണെന്നാണോ ഡോക്ടർ വിശ്വസിക്കുന്നത്? അതായത് ഒന്നും തിരിച്ചറിയാത്ത ഒരു കുട്ടി 6 മാസം, ഓക്കെ, 6 മാസം പ്രായമുള്ള ഒരു കുട്ടീനെ അങ്ങനെ ഇട്ടാ കുഴപ്പമില്ലാന്ന് കരുതാം. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വയസ്സുള്ള കുട്ടിയാണെങ്കിലും ചിലപ്പോ ഒരുപക്ഷെ അങ്ങനെ ഇട്ടാൽ ആ പ്രശ്നം വരില്ല. അതെന്തുകൊണ്ടാണ്? അത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മൃഗങ്ങളെ നീന്താൻ പഠിപ്പിക്കും. യെസ്. അതായത് ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ചോദിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ മൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു, അവരൊക്കെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സപ്പോർട്ട് കിട്ടുന്നു പോയി കിടക്കുന്നു പറഞ്ഞു. ആ ഒരു കണ്ടീഷനിലാണ് ഈ 6 മാസം പ്രായമുള്ള കുട്ടി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർ കുറച്ച് തിരിച്ചറിവ് വരുമ്പം ഇത് മൂക്കിൽ ലേശം വെള്ളം കയറുമ്പോൾ പ്രശ്നം വരും, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നിട്ട് പോകും. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് അതൊരു പ്രാകൃതമായ രീതിയാണ്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ലൈഫിലുടനീളം അവരെ പിന്നോട്ടടുപ്പിക്കുന്ന ഒരു സംഗതിയായിട്ട് ആ ബ്ലോക്ക് മെന്റൽ പ്രശ്നം മാറും. അത് ഞാൻ ബാംഗ്ലൂരിൽ ഒരിക്കൽ ട്രെയിനിങ്ങിന് പോയി. എന്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് ഒരു 130 കിലോ വെയിറ്റ് ഉള്ള ഒരു 3 പേര്, 125, 130, 140 അങ്ങനെ വെയിറ്റ് ഉള്ള കുറച്ച് പ്രധാനികളും. എനിക്ക് ലാംഗ്വേജ് പ്രശ്നമുണ്ട്. എന്റെ അടുത്തൊരു ബന്ധു ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാൻ കൂടെ വന്നിട്ടുണ്ട്. ഇത് ഞങ്ങൾ പോകുമ്പം കാണുന്ന സീൻ എന്ന് പറയുന്ന ചെറിയ മക്കളെ പിടിച്ചിട്ട് രക്ഷിതാക്കൾ പിടിച്ചുകൊണ്ട് കൊടുക്കും. എന്നിട്ട് ഈ കോച്ച് എടുത്ത് വെള്ളത്തിലേക്ക് എറിയും. ഇട്ട് കഴിയുമ്പം കൊച്ചു രക്ഷപ്പെടാൻ വേണ്ടി കൈകാലിട്ട് അടിച്ച് ഇവിടെ വന്ന് പിടിക്കും. പിടിച്ച് കയറി കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഓടിയാണ്. രക്ഷിതാക്കൾ ഓടിച്ചിട്ട് പിടിക്കും. പിടിച്ചോണ്ട് വീണ്ടും ആരാശാരുടെ കൈ കൊണ്ട് കൊടുക്കുന്ന പോലെ വീണ്ടും കൊടുക്കും. സങ്കടം വന്നു പോയി. ഇത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അവരുടെ തന്നെ തൊട്ടപ്പുറത്തുള്ള പൂളിൽ ചെന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു തിരിച്ചു വരുമ്പോ അവര് വെള്ളത്തിന്റെ മേലെ പൊങ്ങിക്കിടന്ന് നല്ല ഫീഡ്ബാക്ക് ഡയലോഗൊക്കെ കാരണം ഇവര് പൊങ്ങിക്കിടക്കും. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ഈ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ സ്ത്രീകൾക്ക് പൊങ്ങിക്കിടക്കാൻ പറ്റും വെള്ളത്തിൽ ഈസി ആയിട്ട്. അതേപോലെ പുരുഷന്മാർക്കും വെയിറ്റ് ഉള്ളവർക്ക് പൊങ്ങിക്കിടക്കാൻ പറ്റും. അപ്പൊ അവര് പൊങ്ങിക്കിടന്ന് ഫീഡ്ബാക്ക് ഡയലോഗ് അടിച്ച് അവര് നീന്തിയ ഇങ്ങോട്ട് വരുമ്പോ അവര് പറയാന്ന് ഞങ്ങൾ എത്ര രസകരമായിട്ട് ഒരു ഹാപ്പി മൂഡ് എന്ന് പഠിച്ചു. ഈ കുട്ടികളെ ഒരിക്കലും അങ്ങനൊന്നും പാടില്ല. മിക്ക സ്ഥലങ്ങളിലും ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഈ നദികളിൽ നീന്തുന്നതും അതുപോലെ തന്നെ കടലിൽ നീന്തുന്നതും നമ്മുടെ തോടുകളിൽ നീന്തുന്നതും വ്യത്യാസമുണ്ടോ? ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിന്റെ അടിസ്ഥാനം ഒന്നല്ലേ? അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി ഈസിയാണ് ഒരു നാടൻ പോണ്ടിൽ. ഇതൊക്കെ വീട്ടിലൊക്കെ നാടൻ കുളത്തിൽ കുറച്ചും കൂടി നമുക്ക് സപ്പോർട്ട് കിട്ടും ഈസി ആയിട്ട്. അതിനേക്കാൾ കുറച്ചും കൂടി ഈസിയാണ് ഒരു റിവറിലേക്ക് പോയാൽ. അതിൽ കുറച്ചും കൂടി ഈസിയാണ് ലേക്കിലേക്ക് പോയാൽ. അതിനേക്കാൾ കുറച്ചും കൂടി സുഖമാണ് കടലിലാണെങ്കിൽ പൂളിൽ ചെയ്യുന്നതിന് ഡയറക്റ്റ് സപ്പോർട്ട് ചെയ്യാം. ഇനിയിപ്പോ UAE കടലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടി സുഖമാണ്. അതാണ് സാന്ദ്രത, വെള്ളത്തിന്റെ സാന്ദ്രത കൂടുകയും കുറയുകയും ചെയ്യുന്ന അനുസരിച്ച്. മനസ്സിലായോ? പക്ഷേ അവിടെ എല്ലാം റിസ്ക് ഫാക്ടർ ഉണ്ട്. ഈ സപ്പോർട്ടെല്ലാം നമ്മൾ പറയുന്നു കൂടുതലുണ്ട്, ഇരട്ടിയുണ്ട്, കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും അത് ഉൾക്കൊള്ളാൻ പഠിതാവിന് പറ്റിയില്ല എങ്കിൽ ഈ ബ്ലോക്കോട് കൂടി കണ്ട് ടെൻഷൻ അടിച്ചാൽ സംഗതി ആഴം കൂടുതലാണ്,
മുങ്ങിപ്പോകുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. മുങ്ങിപ്പോ ലൈഫ് ജീവനല്ലേ പോകുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് എന്താണ്, നമ്മൾ അതിന് പ്രാപ്തമാകുന്നത് വരെയും നമുക്ക് നല്ലത് സ്വിമ്മിംഗ് പൂൾ ആണ്. കാരണം സേഫ് കോർണറിൽ നിന്ന് കളിക്കാം. പക്ഷെ അതിന് നമ്മൾ പ്രാപ്തമായി കഴിഞ്ഞാൽ സംഗതി ഈസിയാണ്. ഈ ഒരാളൊരു കടലിൽ ഇപ്പൊ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ഒരാളാണ്, കടലിൽ അകപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഇച്ചിരി നമുക്ക് നമ്മുടെ കൺട്രോളിൽ വിട്ടു പോവുക, അയാൾക്ക് സേഫ് ആയിട്ടൊന്ന് നിൽക്കണമെങ്കിൽ എന്താണ് ഒരു ടിപ്പ് പറയാൻ? കടലിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു ലൈഫ് ഗാർഡ് വരുന്നവരെ. അത് വളരെ പ്രധാനമാണ് ആ ചോദ്യം ചോദിച്ചത്. കാരണം കണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വളരെ ഗുണകരമായി ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജാണ് ഇതിലൂടെ വരാൻ, ടിപ്സാണ് ഇതിലൂടെ വരാൻ പോകുന്നത്. ഒരിക്കലും ഈ പറഞ്ഞതുപോലെ നമുക്ക് അതിന്റെ ഒറിജിനൽ സ്വഭാവം എന്ന് ഞാൻ പറഞ്ഞു, വെള്ളം നമ്മളെ ഫ്ലോട്ട് ചെയ്ത് സപ്പോർട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അനാവശ്യമായി പേടിച്ചിട്ട് തല പൊക്കി പിടിച്ച് ഇങ്ങനെ ചെയ്യാൻ ഒരുങ്ങുമ്പോഴത്തേക്ക് കുത്തനെ ബോഡി പോവും, മൂക്കിൽ കയറും, വായിൽ കയറും, പിന്നെ പ്രോബ്ലം വരും. അപ്പോ നമുക്ക് എപ്പോഴും ഒന്ന് വേണമെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ശ്വാസം എടുത്തതിന് ശേഷം തല കുത്തനെ താഴ്ത്തി, നമ്മുടെ തല ഇങ്ങനെ ഒന്ന് താഴ്ത്തി, ഇങ്ങനെ ഒന്ന് താഴ്ത്തിയിട്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് താഴ്ത്തി പിടിച്ചിട്ട് ശ്വാസം നല്ലതുപോലെ ഒന്ന് എടുത്തിട്ടൊന്ന് തല താഴ്ത്തി പിടിച്ചിട്ടൊന്ന് കിടന്നു നോക്കിയേ. അത് കടലിലൊക്കെ ആണെങ്കിൽ അതേ ഇങ്ങനെ കിടന്നോളും, ഒരു ബോട്ട് കിടക്കുന്നോണം കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ കാലം നടിച്ചിട്ട് വീണ്ടും ശ്വാസം വെള്ളത്തിലേക്ക് വിട്ടുകൊണ്ട് വീണ്ടും ഒന്ന് പൊങ്ങി വന്ന് ശ്വാസം എടുത്തിട്ട് വീണ്ടും ഒന്ന് കിടന്നു നോക്കി. അത് മണിക്കൂറുകളോളം അങ്ങനെ കിടക്കാൻ പറ്റും. ഞാനത് നമ്മുടെ കണ്ണൂർ കളക്ടറായിട്ടുണ്ടായിരുന്ന അമീർ മുഹമ്മദ് അലി സാറ് അപ്പോ 2017 2000 പേരെ നീന്താൻ പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ സാറ് തൃശ്ശൂരിൽ നിന്ന് പൂളിലൊക്കെ നീന്താനൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം സാറിന്റെ അടുത്ത് കടൽ നീന്തിയുടെ ഉദ്ഘാടനത്തിന് പറഞ്ഞിരുന്നു. അപ്പൊ അന്നേരം അതിനുള്ള പരിശീലനം നേടാനുള്ള സമയം കിട്ടിയില്ല. നാളെ പ്രോഗ്രാമെങ്കിൽ ഇന്നാണ് വൈകുന്നേരം എടുത്തു പറഞ്ഞ് ചാൾസ് നമുക്കൊന്ന് ട്രയൽ നടത്താമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഒഴിഞ്ഞ ഒരു സ്ഥലത്ത് സന്ധ്യക്ക് ചെറിയ സമയം ആദ്യത്തെ ഒരു ഒന്ന് കഴിഞ്ഞപ്പോ സാറ് മുഖത്ത് വെള്ളമടിച്ച് ഒന്ന് തെറിച്ചു ടെൻഷനായി. എന്നാലും ഞാനുള്ള ഒരു ധൈര്യവും അപ്പം എന്നെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി ഒക്കെ വന്ന ഒരു വിശ്വാസമുണ്ട്, സംഗതി കിട്ടുമെന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങനെ അപ്പം ഞങ്ങൾ തമ്മിൽ ഈ കമ്മ്യൂണിക്കേഷന്റെ ഒരു ചെറിയ പ്രശ്നം വെച്ചാൽ ലാംഗ്വേജിന്റെ പ്രശ്നം, സാറിനും മലയാളം അറിയാതെ വിഷയം. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഞാനൊന്ന് ഈ പറഞ്ഞ ടെക്നിക്ക് ഒന്ന് പറഞ്ഞു കൊടുത്ത് നോക്കുമ്പോൾ നല്ല സുഖമുള്ള പരിപാടി. കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങ് നീന്തി കൂടുതൽ പോകുന്നു. അതിനുശേഷം ഞങ്ങൾ 4.5 കിലോമീറ്റർ ഒക്കെ സാറ് ചെയ്തായിരുന്നു ഞങ്ങളുടെ കടലില്. 4.5 കിലോമീറ്റർ ചെയ്തു. അന്ന് 4 കിലോമീറ്റർ എന്ന് പറയുമ്പോ തന്നെ ഇച്ചിരി ഉള്ളിൽ 4.5 കിലോമീറ്റർ ചെയ്തു എന്ന് പറയുന്നത്. പിന്നെ അതിനു മുമ്പ് ഈ പ്രോഗ്രാം ചെയ്തു, അടുത്ത ദിവസം 1 കിലോമീറ്റർ ചെയ്തു. അതിനുശേഷം ഒരാഗ്രഹം കൊണ്ട് എന്റെ അടുത്ത് മുൻകൂട്ടി പറയാതെ എന്നെ കൂട്ടി വെറുതെ ഒരു ബോട്ട് യാത്രയെന്നും പറഞ്ഞ് അങ്കിള് ആന്റി ഉണ്ടായിരുന്ന കൂട്ടത്തിൽ അങ്ങനെ കൂട്ടി പോയി. എന്നിട്ട് ബോട്ടിനെ പോയി. എന്നെ പെട്ടെന്ന് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്നുള്ള തോന്നലുകൊണ്ട്, കക്ഷിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങള് രാവിലെ 8:45 തുടങ്ങിയ നീന്തൽ ഏഴിമല പിന്നെ അക്കാഡമിയുടെ അടുത്ത് വന്ന് കേറുന്നത് 12:15. വന്ന് കയറി കഴിഞ്ഞപ്പോ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് സാറ് പോകുന്ന സമയത്ത് പറഞ്ഞു, ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്താണ് ചെയ്യാൻ പറ്റാത്തത്. കോൺഫിഡൻസ്. എന്താണേലും നമ്മള് ഒരു പാട്ടിലേക്ക് പോകുന്ന ഒരു ചെറിയൊരു ബ്രേക്കിൽ തിരിച്ചു വരുമ്പോൾ എനിക്ക് ചോദിക്കാണ്ട് എത്ര പേരുടെ ജീവിതങ്ങളാണ് രക്ഷപ്പെടുത്തിയത്. തീർച്ചയായിട്ടും നമുക്ക് ഇതിലേക്കൊക്കെ വരാം. ഒരു ഷോർട്ട് ബ്രേക്ക്, അവിടെ മാത്രമേ ഇരിക്കുക. ഹോം 92.2 FM നമ്മളിവിടെ ഉണ്ടാവും. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് ബ്രേക്ക് കഴിഞ്ഞ് ഓടി തിരിച്ചു വരുന്നതാണ്. നമസ്കാരം. ആണോ? കോൾ എടുത്തു. നീന്തൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വിളിക്കാം. ഇവിടെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പാട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉടനെ വീണ്ടും ഓൺ എയർ പോകുന്നതായിരിക്കും. തിരിച്ചു വിളിക്കാം കേട്ടോ. നമ്പർ ഒന്ന് പറയാമോ റഷീദ്? 800-9220 വിളിക്കാന്നാണ് കേട്ടോ. 126. നമസ്കാരം. പ്രിയപ്പെട്ട അക്ഷയ്യൊപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. അക്ഷയും ഹരത്തിലായി, എല്ലാരും ഹരത്തിലാണ്. എല്ലാവരും ഇങ്ങനെ നല്ല ഫോമിൽ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ആ ഒരു ഉണർവ് കാണുമ്പം ഞാനും അതിലേക്കാണ് വന്നോണ്ടിരിക്കുക. യെസ്, അല്പസമയത്തിനകം വരാം, വെയിറ്റ് ചെയ്യുക. പാട്ട് ആഡില്ലേ? ഇല്ല.
ഉണ്ടോന്ന് അറിയില്ല. നമസ്കാരം എല്ലാവർക്കും. രാവിലെ വളരെ നല്ലൊരു ടോക്ക് സെഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്പെഷ്യലി നീന്ത്. എല്ലാവരും ഓഫീസിലൊക്കെ ആയിരിക്കാം. പുസ്തക പ്രകാശനത്തിനായിട്ട് വന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. നമസ്കാരം. അപ്പൊ ഈ പുസ്തക പ്രകാശനം ഷാർജയിൽ ഇന്നലെ കഴിഞ്ഞു. അതെ. ഓ ശരി. ഇത് ഫസ്റ്റിലൊക്കെയാണോ നമ്മൾ എഴുതുന്നത്? അതെ അതെ അതെ. ശരി. ഒരു 4-5 വർഷമായിട്ട് എന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യണമെന്ന്. ഓക്കെ. അപ്പോ അതിനെക്കുറിച്ച് ഒരു പുസ്തകം തയ്യാറാക്കണമെങ്കിൽ അതിന് കുറച്ച് സാധനങ്ങൾ വേണം, ഒരു ഐഡിയ വേണം. അപ്പൊ അതങ്ങനെ വയ്ക്കുമ്പോ എന്റെ അടുത്തൊരു 3-4 മാസം മുമ്പ് എന്റെ ഒരു പ്രിയപ്പെട്ട വിനോദ് മാഷ് എന്ന് പറയും, അദ്ദേഹം വന്നിട്ട് എടുത്ത് ചോദിച്ചു, സാറേ MBBS പഠിക്കുന്നതിന് മോനെയും കൊണ്ട് കുറച്ച് ദൂരമായിരുന്നു, 35-40 കിലോമീറ്റർ അകലെ എന്ന് രാവിലെ ക്ലാസ്സിന് അവിടെ വന്നിരിക്കുന്നത് റിട്ടയർഡ് പ്രിൻസിപ്പളാണ്. അന്നേരം ഞാൻ പറഞ്ഞ് ഇല്ല, ഇങ്ങനെ ആഗ്രഹമുണ്ടോ? അന്നേരം പറഞ്ഞു തീർച്ചയായും അത് ചെയ്തിരിക്കണം, അത് വരും തലമുറയ്ക്ക് ഇങ്ങനൊരു സംഗതി. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ വിശ്വസനീയമായ കുറെ സാധനങ്ങൾ ഉണ്ട്. ഞാൻ പുസ്തകത്തിൽ അത് കൂടുതലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല, അങ്ങനെയുള്ള സംഗതികളില്ല. ലൈഫും കുറച്ച് കാര്യങ്ങളെല്ലാം തൊട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഇതിന്റെ തുടർച്ച, അതെ അതെ അതെ, ഒരുപാട് ഒരു ഇതിന്റെ തുടർച്ചയായിട്ട് 2-3 ബുക്കുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇപ്പൊ നമ്മൾ സംസാരിച്ച കണ്ടന്റുകൾ എല്ലാം പുസ്തകത്തിലേക്ക് ഇങ്ങനെ ചേർത്തിട്ട് ഒരു ഐറ്റം ചെയ്യണം എന്നുള്ളൊരു വലിയ ആഗ്രഹം മനസ്സിലുണ്ട്. അത് തുടർന്ന് ചെയ്യണം. അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. UAE വിശേഷങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടും ഒരു പുസ്തകം ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ടൊക്കെ എഴുതാൻ. ഹായ് പ്രിയ, എത്ര നാളായി കണ്ടിട്ട്. ഈ അലുമിനായി ഗെറ്റ് ടുഗദർ നന്നായി, പക്ഷെ പലരും മനസ്സിലായില്ല. അതൊക്കെ ഡിലീറ്റ് ചെയ്തു. എന്നാലും നീ ഇപ്പോഴും യങ് ലുക്കിലാണല്ലോ. ഓൾ താങ്ക്സ് ടു മിത്ര. അവരുടെ വെയിറ്റ് ലോസ് പാക്കേജും ഹെർബൽ ബ്യൂട്ടി പാക്കേജും ഞാൻ എടുത്തത്. പുള്ളിക്കാരന്റെ ജോബ് സ്ട്രെസ്സും ബാക്ക് പെയിൻ ഇഷ്യൂസും കമ്പ്യൂട്ടർ നോക്കിയിരിക്കുന്ന മോളുടെ നെക്ക് പെയിനും മോന്റെ സ്പോർട്സ് ഇഞ്ചറിക്കും. നമ്മൾ ബാക്ക് ഓൺ എയർ കയറാൻ പോകുന്നു. സോ ഹോം 92.2 FM നിങ്ങൾക്ക് ലൈവ് ഓണറിൽ വിളിക്കാം കേട്ടോ. 800-9220 എന്ന നമ്പറിൽ നിങ്ങൾക്ക് ലൈവ് വിളിക്കാവുന്നതാണ്. ചാൾസനായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്. നീന്തൽ പറ്റി എന്ത് കാര്യങ്ങളും, ഇനി നിങ്ങൾക്ക് കോച്ചിങ് വേണമെങ്കിലും 1 മണിക്കൂറിനുള്ളിൽ നീന്തൽ പഠിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരേ ഒരാളെ എനിക്കറിയത്തുള്ളൂ, അത് ഇദ്ദേഹമാണ്. കയറല്ലേ? ഓൾറൈറ്റ്. അപ്പൊ നമ്മള് ബാക്കി വെച്ചിരുന്ന ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഈ എത്ര പേരെ ഇതിനോടകം രക്ഷിച്ചിട്ടുണ്ട്? മുങ്ങി മരിക്കാൻ പോയത് എത്ര പേരെ രക്ഷിച്ചിട്ടുണ്ട്? പ്രത്യക്ഷത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 60. ശരി. പരോക്ഷമായി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഈ പ്രത്യക്ഷവും പരോക്ഷവും പറയുന്നതിനകത്ത് അർത്ഥം മനസ്സിലായി കാണും. ആ പ്രത്യക്ഷം നമ്മൾ ഡയറക്റ്റ് കൈപിടിച്ചേക്ക് കൊണ്ടുവരുന്നത്. പരോക്ഷം എന്ന് പറയുമ്പോൾ നമുക്ക് അപകടത്തിൽ അപകടത്തിലേക്ക് അഗ്നിയിലേക്ക് എന്ന് വീഴുന്നതിന് മുമ്പ് നമ്മൾ അവരെ പറഞ്ഞ് പിന്തിരിപ്പിച്ച്, അത് പല ടോണിൽ സ്നേഹപൂർവ്വം ലേശം ഷാർപ്പായിട്ട് പറഞ്ഞാണെങ്കിലും അതിനകത്ത് വലിച്ചുള്ളൂ. കാരണം നമുക്ക് ഈ വെള്ളത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് അതിന്റെ അപകടാവസ്ഥ അവർക്ക് തിരിയില്ല. നമുക്കതിന്റെ ചുഴിയും ഒഴുക്കും കാണുമ്പോൾ അറിയാം അവരങ്ങോട്ട് പോയാലുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് മനസ്സിലാവുകയും പെട്ടെന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വരുന്നവർ ആയിരക്കണക്കിന് വരും ആളുകളുണ്ട്. ഓക്കെ, നമുക്ക് കോളർ ഇല്ല, കണക്ട് ആവുന്നില്ല. എനിക്ക് തോന്നുന്നു റഷീദിന്റെ കോൾ ഡിസ്കണക്ട് ആയി. 800-220 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ലൈവ് ആയിട്ട് സംസാരിക്കാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു കോളർ ഉണ്ട്. ലെറ്റ്സ് സീ. ഹലോ ഹലോ ഹലോ. ഇല്ല ഇല്ല ഇല്ല, ഡ്രോപ്പ് ആവുന്നു. ഹലോ ഹലോ. യെസ് റഷീദ്, ഒന്ന് റേഡിയോയുടെ സൗണ്ട് കുറയ്ക്കാമോ? ഓക്കെ ഓക്കെ ഓക്കെ, റൈറ്റ്, പറയൂ. സംസാരിച്ചോളൂ, ഇവിടെ തന്നെ ഉണ്ടല്ലോ ഡോക്ടർ ചാൾസൺ. കേൾക്കുന്നുണ്ട് റഷീദ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ. കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂര്. ഓക്കെ.
ഓ അങ്ങനെ അതിനുള്ളൊരു അറ്റംപ്റ്റ് ചെറുപ്പത്തിൽ ഞാൻ നമ്മളെ പള്ളിക്കുളത്തിലും മഴക്കാലത്തും നീന്തം പിടിക്കാൻ വേണ്ടി എന്റെ കുറെ സുഹൃത്തുക്കളോടൊപ്പം പോയി. ഓക്കെ. അന്ന് ഒരു 2 ഉണങ്ങിയ തേങ്ങ എടുത്തു കൊണ്ടുവരാൻ പറഞ്ഞു, കൊട്ട തേങ്ങ. അത് അരയിൽ കെട്ടിയിട്ടാണ് എന്നെ നീന്തം പഠിച്ചത്. ഓക്കെ. അത് അരയിൽ കെട്ടി കമഴ്ന്ന് കിടന്നിട്ട് കുളത്ത് നിറയെ വെള്ളമായിരുന്നു. ഓ അത് കൈകാലിട്ടിട്ട് ഇങ്ങനെ അടിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നെ കൊണ്ടുപോയ സുഹൃത്ത് എന്നെ പിന്നെ കൂടി നീന്തി വന്നിട്ട് എന്റെ പുറത്ത് കയറിയിടും. ഒരു സുഹൃത്തി അതിന് തോന്നിയിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ താണുപോയി. അങ്ങനെ തേങ്ങ അരയിൽ നിന്ന് പോവുകയും ചെയ്തു. ഞാൻ ഒരുപാട് വെള്ളം കുടിച്ചു. പിന്നെ കരയിൽ നിന്ന് കണ്ടില്ല വേറെ ആൾക്ക് തോന്നി കൈവിട്ട് പോയി. വെള്ളത്തിലൊന്ന് എന്നെ കയറ്റി കരക്കി അരയി കയറ്റി കുറെ വെള്ളം കുടിച്ചിരുന്നു ഞാൻ. വെള്ളമൊക്കെ കുറെ കളഞ്ഞെന്നെ രക്ഷിച്ചു. ഒരു ട്രോമയായിരുന്നു അല്ലേ അത്? ഇപ്പൊ എനിക്ക് 61 വയസ്സുണ്ട്. ആ മോഹത്തിന് ഇപ്പം 16 വയസ്സാണ്. വെരി ഗുഡ്. ഗവൺമെന്റിന്റെ നീന്തം പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ആ അപ്പൊ അവിടെ ഞാൻ പോയപ്പോ അവര് പറഞ്ഞു ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം, നിങ്ങൾ നീന്താൻ ഏബിൾ ആണ്, നിങ്ങൾക്ക് അപസ്മാരോ അല്ലെങ്കിൽ വേറെ പ്രശ്നമോ എന്നൊക്കെ സർട്ടിഫൈ ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അതിന് മെനക്കെടാൻ പറ്റിയില്ല. പക്ഷെ അറിയേണ്ടത് ഈ 61 വയസ്സ് എന്നത് നീന്തം പഠിക്കുന്നതിനൊരു തടസ്സമാണോ? അത് മറ്റൊന്ന്, ഈ നീന്തുന്നത് കൊണ്ട് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ് എന്തെങ്കിലുണ്ടോ? ഈ ഏജിൽ നമുക്ക് നീന്തുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ഓക്കെ. ആ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ റഷീദ് അല്ലേ അപ്പോ അതിനകത്ത് വന്നിട്ടുണ്ട്. ഞാനത് പറയുമ്പോൾ ഓരോന്ന് ഞാൻ മനസ്സിൽ ഓർത്തിരിക്കുകയായിരുന്നു. അതിനകത്ത് ഒന്ന് പറഞ്ഞത്, ആദ്യം നമുക്ക് കുളത്തിലേക്ക് പോയപ്പോ സുഹൃത്തുക്കൾ കൊട്ടത്തേക്ക പോയി ആ സമയത്ത് കയറിയിരുന്ന് മുങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ സുഹൃത്തുക്കളുമായിട്ട് കുളങ്ങളിലോ പൂളുകളിലോ ഒക്കെ പോയിട്ട് അവര് തമാശ പോലെ കളിച്ച് മുങ്ങിപ്പോവുകയും വെള്ളം കുടിക്കുക, ആ ഭീതി മനസ്സിൽ കൊണ്ട് കിടക്കുന്നയും നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊരാളിന്റെ അനുഭവമല്ല കേട്ടോ, ഒരുപാട് പേർക്ക് അങ്ങനെയുണ്ട്. അതൊരു അപ്പോഴൊരു ഒരു ഭീതിയായിട്ട് നിനക്ക് നമ്മുടെ ഒരു സ്വപ്നം. രണ്ടാമത്തത് പറഞ്ഞൊരു കാര്യം നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട്, ആ സ്വപ്നം ഇപ്പോഴും 16-കാരൻ്റെതുപോലെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതാണ് നമുക്ക് എല്ലാ കാര്യത്തിലും വേണ്ടത്. അതുകൊണ്ട് ആ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും ആ സ്വപ്നം നടന്നിരിക്കും. അത് എവിടെയെങ്കിലും നമ്മൾ അതിനുള്ള വഴി കണ്ടെത്തും, പഠിച്ചിരിക്കും. എങ്ങനെയാണ് അത്? ഈസി ആണോ ഈ ഒരു പ്രായത്തിലും? ഓ തീർച്ചയായും. ഒരുപാടൊന്നും അല്ല ചെയ്യാൻ. അത് 100% 100 പറഞ്ഞുകൂടാ, 100-ന് 101 എന്ന് പറയാം. അത് സക്സസ് ആണ്, ഗ്യാരണ്ടിയാണ്. ഇപ്പം 60 എന്റെ അടുത്ത് 70-80 വയസ്സുകാരൊക്കെ വരെ ഉണ്ടായിരുന്നു. അപ്പോ അതൊന്നും വിഷയമല്ല. പക്ഷേ അതിന്റെ ഒരു തടസ്സം നമ്മുടെ ലോകത്തിപ്പം നിലനിൽക്കുന്നത് അതിനനുയോജ്യമായ ടീച്ചിങ് ക്വാളിറ്റി ഉള്ള, അതൊരു മനഃശാസ്ത്രപരമായ നീക്കങ്ങളിലൂടെ അത് ഈസി ആയിട്ട് നമ്മൾ നേരത്തെ വെള്ളം സപ്പോർട്ട് ചെയ്ത് പ്രയാസം അങ്ങനെ കൈകാര്യം ചെയ്ത് പോകാനുള്ള ടീച്ചിങ്, അതൊരു കലയാണ്. അതിനെ ആ വിധത്തിലേക്കുള്ളവരടുത്ത് പോയില്ലെങ്കിൽ വീണ്ടും തഥൈവ. അതാണ് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം UAE വന്നു കഴിഞ്ഞപ്പോൾ കുറെ പേരെ പഠിപ്പിക്കാനൊരു അവസരം കിട്ടിയായിരുന്നു. അപ്പൊ അവര് 3-4 മാസങ്ങളിലൊക്കെ ഇവിടെ മെനക്കെട്ടി ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി പോയിട്ട് നോക്കുമ്പോ എന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് നീന്തിപ്പോയി. ടീച്ചിങ് മെത്തേഡാണ് വളരെ പ്രധാനം. അല്ലാതെ ആഗ്രഹമുള്ളവർ എല്ലാ സ്ഥലത്തും ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ അതിനുള്ള ഒരാളിനെ കിട്ടാം. അതും ചെറുതല്ല. നമ്മളിനിയിപ്പോ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ വ്യായാമങ്ങളുടെ രാജാവാണ്. പ്രത്യേകിച്ച് ഏജ് കൂടി വരുന്നതനുസരിച്ചാണെങ്കിൽ നമുക്ക് കാലിന്റെ മുട്ടുവേദന, നടുവേദന, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾക്കെല്ലാം പിന്നെ നല്ല കലോറി ബേൺ ആകാനായിട്ട് പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. ഞാൻ ഇന്നലെ രാത്രി ഇത് മൊത്തമായിരുന്നു ചർച്ച. ഞങ്ങൾ ഇന്നലെ നിൽക്കുന്ന റൂമിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ എന്നിട്ട് മറ്റൊന്ന് പറയുന്നത്, നിങ്ങള് ഇനി അഥവാ നീന്താൻ പറ്റിയില്ലെങ്കിലും പൂളിൽ ഇറങ്ങിയിട്ട് വെറുതെ 1 മണിക്കൂർ നേരം ഒന്ന് ചാടി, വെറുതെ എടുത്ത് മേളിൽ നിന്ന് ചാടാനല്ല, വെള്ളത്തിൽ ഇറങ്ങി നിന്നിട്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ കളിച്ച് അങ്ങനെ ഹൈഡ്രോതെറാപ്പി നല്ലോണം വർക്കൗട്ട് ആകുകയും ഉപകാരപ്പെടുന്നതും ഒരു സംഗതിയാണ് ഹൈഡ്രോതെറാപ്പി. ആ വിധത്തിൽ അങ്ങനെ ചെയ്താൽ പോലും മതി. പക്ഷെ നീന്താൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാസർഗോഡുകാരനാണെങ്കിലും UAE-യിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞാനുണ്ട്. ഇപ്പൊ എന്റെ അടുത്ത് ഇപ്പം ബോംബെ എന്നൊരു കക്ഷി ഇപ്പം വരുന്നുണ്ട്, 20-ാം തീയതി UAE-യിലേക്ക് വരുന്നുണ്ട്, ആഗ്രഹം പൂർത്തീകരിക്കാൻ. ഒരു തൃശ്ശൂരുകാരനുണ്ട്, അവര് 20-ാം തീയതി വരുന്നുണ്ട്.
അവരിപ്പോ ഇന്നലെ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞ് ഏർപ്പാടാക്കി. ഞാനിപ്പോ 2 ദിവസം കഴിഞ്ഞ് പോകേണ്ടെന്നായിരുന്നു. അപ്പൊ അവരുടെ ഒരു ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ഇവിടെ നിൽക്കുക. അവരുടെ ഫ്ലാറ്റിൽ പൂളുണ്ട്. അപ്പോ ഒരു 3 പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. പറഞ്ഞോളൂ കുഴപ്പമില്ല. 9745200254 9744 ഇവിടെ കിട്ടും. ഇവിടെ വാട്സാപ്പ് ഉണ്ട്. ഇവിടെ ഞാൻ റോമിംഗ് ആക്കി ഇവിടെയും കിട്ടും, അവിടെയും കിട്ടും. ഞാൻ ഏഴിമലയാണ് എന്റെ വീട്. കണ്ണൂർ എനിക്ക് അതെ പറഞ്ഞത് എത്രയേ ഉള്ളൂ, ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ. അത് തന്നെ എട്ടിക്കുളവും ത്തിനോട് ചേർന്ന് തന്നെ. ഏഴിമലയുടെ ഒരു ഭാഗമാണല്ലോ എട്ടിക്കുളവും. ഏഴിമലയെ ചുറ്റിപ്പറ്റിയുള്ളതാണല്ലോ. UAE വരേണ്ടി വന്നു. ഹോം FM-നെ വോയിസ് കേൾക്കേണ്ടി വന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്താണെങ്കിലും ഇതുപോലെ ഒരുപാട് പേരുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ നമ്മൾ ഈ റെസ്ക്യൂ എന്ന് പറയുന്ന സമയത്ത് എങ്ങനെയാണ് കോള് വരുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് ആണോ ഇതിന് പോവാനായിട്ട്? അതായത് നമുക്ക് കോള് വന്നിട്ട് പോവുക എന്നുള്ളതല്ല, ഡയറക്റ്റ് നമ്മൾ അതിനടുത്ത് ഉണ്ടായിരിക്കണമല്ലോ. വേറെ ഓപ്ഷൻ ഇല്ല. കാരണം നമ്മൾ ചിലപ്പോഴത്തേക്ക് അവരും അല്ലാതെ ഉണ്ട് കേട്ടോ. അല്ലാതെ പറയുമ്പോഴും ഒരു പക്ഷേ ഇതിപ്പം നമുക്ക് തന്നെ ഇപ്പം ഇവിടെയൊക്കെ ചില ലിമിറ്റേഷൻ ഉണ്ട്. കാരണം സ്ട്രെങ്ത്തിന്റെ പരിധിയും ലൈഫ് ഗാർഡിന്റെ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു 200 മീറ്റർ പരിധിക്കുള്ളിൽ നിന്നായിരിക്കും ഇത് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ എന്നാൽ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് നിന്ന് കോളുകൾ വന്നിട്ട് 1 കിലോമീറ്റർ അപ്പുറവും വേഗം വണ്ടിയെടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നേരത്തെ പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിച്ച് കിടക്കുന്നൊരു കാണേതാ അത്യാവശ്യം. അപ്പൊ ആ സമയത്ത് നമ്മൾ ചെല്ലുന്നത് വരെയും അപ്പൊ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു പക്ഷേ ചാൾസ് എരിമഡ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ നാട്ടിലല്ല, ഒരു അമേരിക്കയിലോ യൂറോപ്പ് രാജ്യങ്ങളിലോ ആയിരുന്നെങ്കിൽ എനിക്ക് കിട്ടുന്ന ഏറെ ബഹുമതികളും അല്ലെങ്കിൽ വലിയൊരു നേട്ടങ്ങളിലേക്കും ചെല്ലുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു? തീർച്ചയായും. ഞങ്ങൾക്ക് തീർച്ചയായും. അതായത് ലോകം അല്ല, ഞാൻ അങ്ങനെ പറയുന്നതല്ല. യഥാർത്ഥം ഞാൻ എടുക്കുന്ന ഈ ടെക്നിക്ക് പഠിപ്പിക്കാൻ, അതായത് 15 ദിവസം കൊണ്ട് ഒന്നും അറിയാത്ത ഒരാളിനെ കായലും പുഴയും കടലും 1, 2, 3 കിലോമീറ്റർ വീതം നീന്തിക്കാനുള്ള ധൈര്യം എന്ന് പറഞ്ഞാൽ അതിനുള്ള ഗട്സ്, അതിനുള്ള കഴിവ് എനിക്കുണ്ട്, ചെയ്യുന്നുണ്ട്. നമ്മള് വെറുതെ പറയുന്നതല്ല. ഇപ്പൊ ഒരു 5 ദിവസം 3 ദിവസം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരെ ചെയ്യുന്നവരുണ്ട്. അതിനു വേണ്ടി മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ നിന്നൊക്കെ വന്ന ആളുകൾ ഇത് പഠിച്ചിട്ട് സംഗതി അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ഇഷ്ടംപോലെയുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ലോകോത്തരം എന്ന് പറഞ്ഞുകൂടാ, ലോകത്തില്ലാത്ത തരത്തിലുള്ള ഈ ഒരു ഐറ്റം വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലോക ബഹുമതി കിട്ടുക എന്നുള്ളൊരു നമുക്ക് അങ്ങനെ പോയിട്ട് കേരളത്തിൽ നിന്ന് പോലും കിട്ടത്തില്ല. പക്ഷെ എനിക്കത് UAE-യിൽ നിന്ന് കിട്ടും. UAE-യിൽ വർക്കൗട്ട് ചെയ്താൽ സാധനം കിട്ടും എന്നുള്ളത് അറിയാം. അതിന് പറ്റുന്ന ഒരു സംരംഭകരെ ഞാൻ തേടുന്നുണ്ട്. കാരണം എനിക്കത് ഒറ്റയ്ക്ക് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അതിനുള്ള ആളുകളെയും കണ്ടെത്തി എന്റെ മുമ്പിലേക്ക് എത്തിച്ചാൽ പൊളിക്കൽ എന്ന് പറഞ്ഞാൽ ലോകത്തിന് UAE-ലെ നീന്തൽ ഈ പരിശീലനം ലോകത്തിന് മാതൃകയാകുന്ന വിധത്തിലേക്ക് ആക്കി മാറ്റണം എന്നുള്ള ഒരാഗ്രഹം കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ആ സ്വപ്നം ചിലപ്പോ ഇങ്ങനെ കണ്ടു പോകുമ്പോ ഏതെങ്കിലും ഒരു സമയത്ത് ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു നഗരത്തിലാണ് ഡോക്ടർ ചാൾസൺ ഉള്ളത്. അപ്പൊ ലാസ്റ്റ് നമ്മൾ പോകുന്നതിന് നമുക്ക് സമയം തീർന്നു, അല്ലെങ്കിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട് പേഴ്സണലി. ഫസ്റ്റ് റെസ്ക്യൂ ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ടാവും, പക്ഷെ കുറച്ചൊന്ന് ചുരുക്കി. തീർച്ചയായും. അതാ പയ്യമ്പലം ബീച്ചിനടുത്തൊരു ഫ്ലാറ്റ് സ്കൈ ലൈൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റിന്റെ പണി നടക്കുകയായിരുന്നു. അപ്പൊ അവിടെ പണിയെടുത്തിട്ട് ഒരു കക്ഷി, അതൊക്കെ പിന്നീടാണ് അറിയുന്നത്. പേര് റസാഖ് എന്നോ മറ്റോ ആണ്. ഇവര് ഒരു 4-5 പേര് കടലിൽ, കുറെ പേരുണ്ട്, കുറെ പേര് കളിക്കുന്നുണ്ട്. ഒരു 4-5 പേര് അതിനകത്ത് പിന്നെ ഒരു മിസ്റ്റേക്ക് പോലെ തോന്നി. നമുക്കിത് മനസ്സിലായി ഇവർ കളിക്കുകയാണോ മുങ്ങിയാണോ, കുറച്ച് ഈ കാറ്റിന്റെ അലകൾ ഇങ്ങനെ കളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അടുത്ത് തന്നെ നിപ്പുണ്ട് ഞാൻ. അങ്ങനെ നോക്കിയപ്പോഴാണ് ആള് പോയതായിട്ട്. മറ്റവരെയൊക്കെ ഞാൻ പിടിച്ച് കയറ്റിയിട്ട് നോക്കുമ്പോൾ ഒരാള് പോയാണ്. അവിടെ അടുത്ത് നീന്തി ചെല്ലുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ആള് ഏകദേശം മുങ്ങി പോകുന്നൊരവസ്ഥ. എന്ന് വെച്ചാല് പരമാവധി ശ്രമം നടത്തി
ബബിൾസ് വരുന്നു, ഓ, അത് ശരി, ഇങ്ങനെ ശരി, താണു ശരി. പോവുകയാണ്. ഉം. മുങ്ങി ചെന്ന് ആളിനെ പൊക്കി. ഒരു ആചാരബാഹുവായ ഒരു ഓ, ഓ, കൃഷിയായിരുന്നു. അപ്പൊ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് കുഴഞ്ഞു പോയത് കൊണ്ട് തന്നെ നമ്മുടെ കൺട്രോളിൽ കാര്യങ്ങൾ നിന്നു. സേഫായിട്ട് കൊണ്ടുവരാൻ പറ്റി, സേഫായിട്ട് കൊണ്ടുവരാൻ പറ്റി. ഒരുപാട് ആളുണ്ട്. അത് ഞാൻ ഇതെല്ലാം അവിടെ ചെയ്യുമ്പോൾ ഈ സ്ട്രെങ്ത് കുറയുമ്പോണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവനും കൂടി ഭീഷണിയാണ്. അപ്പൊ അന്ന് അങ്ങനത്തെ സാഹചര്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ അപ്പൊ അങ്ങനെ കൊണ്ടുവന്നു, ആള് രക്ഷപ്പെട്ടു പോയി. അത് ജീവിതത്തിൽ ഭയങ്കര കോൺഫിഡൻസ് തന്നെ. ഓക്കെ ഒരുപാട് അങ്ങനെയുള്ള അങ്ങനെ മറക്കാൻ പറ്റാത്തതാകുന്ന രക്ഷാപ്രവർത്തനങ്ങളുടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട്. ഇപ്പൊ ഏറ്റവും രസം ഈ നമ്മുടെ പുസ്തകത്തിന്റെ തന്നെ കവർ പേജ് വെച്ചിരിക്കുന്നത് 2016 ഒരു റിയൽ പിക് ആണത്. വൈറലായ പിക്ചറാ. വൈറലായ പിക്ചറാണ്. അത് വെറുതെ വെച്ചിരിക്കുന്നതല്ല. വൈറല് സോഷ്യൽ മീഡിയയിൽ അന്ന് തരംഗമായി പോയതും അതായിരുന്നു. എനിക്ക് തോന്നുന്നു UAE-ലെല്ലാം തന്നെ വലിയ പബ്ലിസിറ്റി ആയിരുന്നു. അതിനുശേഷം മെട്രോ മനോരമ ആ വാർത്ത ഒരു ഫുൾ പേജ് ആക്കിയിട്ട് കൊടുത്തിരുന്നു. എന്താണെങ്കിലും ഇനി ഒരിക്കൽ കൂടെ നമ്മള് ചാൾസൺ നേറ്റിവിനെ കൊണ്ടുവരുന്നതാണ്. അദ്ദേഹത്തിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസും എക്സ്പീരിയൻസും നമുക്ക് ഇനി ഒരുപാട് കേൾക്കാനുണ്ട്. അപ്പൊ എന്താണെങ്കിലും UAE-ലേക്കുള്ള ചുവടുവെപ്പ് സാധിക്കട്ടെ എന്നിവിടെ ഞങ്ങൾ ആശംസിക്കുന്നു. വീണ്ടും ഇനി UAE-ലേക്ക് വരുമ്പോ ഹോമിലേക്ക്, ഇത് നമ്മുടെ ഹോമാണ്, ഇതിലേക്ക് സ്വാഗതം ചെയ്തു. തീർച്ചയായും ആ ഹോംലി ഒരു ഫീൽ ചെയ്തു. നിങ്ങളുടെ സ്നേഹവും സന്തോഷവും സ്വീകരണവും എല്ലാം വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഒത്തിരി സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സംഗതി വേറൊരു